ഫുൾ ഓണം കിട്ടും. ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ അടിപൊളി ചെയ്തിട്ടില്ല. വണ്ടി കൊടുക്കാം നമുക്ക്. പോളിഷ് ഒക്കെ ചെയ്ത് കൊടുക്കൂല? പിന്നെന്താ. ഓക്കെ, അപ്പൊ ചെയ്തെടുത്ത കുട്ടപ്പനായി. 1,20,000 വെറും 1,20,000 2013 ഫുൾ ലോണിൽ ഈ ഓണം കൊണ്ടുപോകാം. വെറും 2,35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു KUV വണ്ടബ്ലോ കൊണ്ടുപോകാം. അതങ്ങനെ 2018 ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യും. അല്ലാത്ത വണ്ടികൾ ആ കാണുന്ന കണ്ടീഷൻ. ഓക്കെ, വർക്ക്ഷോപ്പാരെ കൂട്ടിയിട്ട് വന്നിട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഒരു പ്രശ്നമില്ല. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ കമന്റും വേണ്ട. എല്ലാ സാധനവും അവൈലബിൾ ആണ്. എല്ലാം കൊടുക്കാം. 1,40,000 രൂപയ്ക്ക് പൈസ കുറവായപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്തെങ്കിലും കുറ്റങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടോ. ഇല്ല. ഒരു കാറ് സ്വന്തമാക്കണമെന്ന മോഹമായിട്ട് നടക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ. അപ്പോൾ ഒരു 35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു കാറ് കിട്ടിയാലോ. 35,000 രൂപ മുതലുള്ള കാറുകളുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഓട്ടോ ബോട്ടിലാണ്. അലസ്കാന്റെ കൂടെ. അതെ, സ്വാഗതം. കണ്ണൂരാണ്. കണ്ണൂർ എടക്കാട് ഹൈവേ സൈഡിൽ തന്നെയാണല്ലേ. അതെ, എടക്കാട് പോലീസ് സ്റ്റേഷൻ നേരെ മുന്നിൽ ഓട്ടോ ബോട്ട് എന്നാണ് ഷോറൂമിന്റെ പേര്. 35,000 മുതലുള്ള കാറുകൾ ഇന്ന് കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഒരുപാട് വാഹനങ്ങൾ, 100-ലധികം വാഹനങ്ങൾ, ചെറുവണ്ടികളൊക്കെ തന്നെ സ്റ്റോക്കുള്ളൊരു ഷോറൂമാണ്. എല്ലാം ഉണ്ട്, എല്ലാ സെഗ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർസ്, ലൈക്ക് ഒന്നും വിട്ടുപോകരുത്. കോൺടാക്ട് ഡീറ്റെയിൽ, ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ട് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പിന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള കാറുകൾ 2018 ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും 2 വർഷം വാറണ്ടി, 1 വർഷം റോഡ് സർവീസ് അസിസ്റ്റന്റ് ഉണ്ട്. അതുകൂടാതെ വാറണ്ടി എടുക്കുന്ന വണ്ടികൾക്ക് ഈ മാസം മുതൽ ഡാഷ് ക്യാം ഫ്രീ ഉണ്ട്. എല്ലാ വണ്ടികൾക്കും 2 വർഷം വാറണ്ടിയുള്ള എല്ലാ വണ്ടികൾക്കും ഡാഷ് ക്യാം ഫ്രീ കൊടുക്കുന്നു. അതെ, ഓക്കെ. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം അല്ലേ. ഓക്കെ. ആദ്യ വണ്ടി ഇയോൺ ആണ്. KL 59 തളിപ്പറമ്പ് വണ്ടിയാണ്. എങ്ങനെയാ കാര്യം? 2013 മോഡൽ ഇയോൺ സിംഗിൾ ഓണർ 85,000 കിലോമീറ്റർ ഓടിക്കുന്ന മാഗ്ന 70,000 രൂപ കൊടുക്കാം. 1,70,000 മാഗ്ന അല്ലേ. 13 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, നല്ല വണ്ടി. ഇറാ പ്ലസ് അല്ല, മാഗ്നയാണ്. ഓപ്ഷൻ കൂടി സെൻട്രൽ ലോക്കും സ്റ്റീരിയോ അഡീഷണൽ വരുന്നുണ്ട്. ഒരു 1.5 ലക്ഷം രൂപ 160 ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 10,000 രൂപ വേണ്ട, ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്ത വണ്ടിയിലേക്ക് സ്വിഫ്റ്റ് വന്നു. KL 58 തലശ്ശേരി വണ്ടിയാണ്. എങ്ങനെയാണ് സ്ക്രീനിന്റെ കാര്യം? 2012 മോഡൽ 90,000 കിലോമീറ്റർ ഓടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി VXI. മിഡിൽ ഓപ്ഷൻ പെട്രോൾ വണ്ടിയാണ്. AC പോസ്റ്റർ, പോർഡർ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ. അഡീഷണൽ അലോയ്സ് ചെയ്തിട്ടുണ്ട്. എവറേജ് ടയേഴ്സ് ആണ്. സ്വിഫ്റ്റ് VXI ഒരു 13-16 റേഞ്ച് മൈലേജും കിട്ടും. പരിചയക്കാരല്ലേ, ഹൈവേ കൂടെ പോയാ. ഓക്കെ, മുന്നേ കാർ കൊടുത്താരെങ്കിലാണോ? കസ്റ്റമറാ. ഓക്കെ, എങ്ങനെയാ? 2,70,000 രൂപ കൊടുക്കാം നമുക്ക്. 2012 മോഡല് VXI 90,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് 2,70,000 കൊണ്ടുപോകാം. 2.5 ലക്ഷം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിലൊന്നും നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നില്ല. ശേഷമുള്ള ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഉണ്ടാവോ? വണ്ടി ചെക്ക് ചെയ്തിട്ട് വണ്ടി ഓക്കെ ആണെന്നുള്ള എല്ലാത്തിനും കൊടുക്കാലോ. ഏത് പഴയ വണ്ടി എടുത്താലും കസ്റ്റമർ വിളിച്ച് ചോദിച്ച് പരിപൂർണമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം വണ്ടി എടുത്താൽ മതി. ഓക്കെ, ആരൊക്കെ ഉപയോഗിച്ച വണ്ടിയല്ലേ ഇതിനെ? അല്ല, അതങ്ങനെയുള്ളൂ. എന്നാലും ഇൻസ്പെക്ടഡ് അല്ലേ, നമ്മൾ ഇൻസ്പെക്ടഡ് ആണ്. ഫിസിക്കലി വണ്ടി റീപ്ലേസ് ആണ് റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ് ആണ് ആക്സിഡന്റ്, ഫ്ലഡ് ആണെങ്കിൽ ഫ്ലഡ്. 2018 ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യും. അല്ലാത്ത വണ്ടികൾ ആ കാണുന്ന കണ്ടീഷൻ. ഓക്കെ, വർക്ക്ഷോപ്പാരെ കൂട്ടിയിട്ട് വന്നിട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഒരു പ്രശ്നമില്ല. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ കമന്റും വേണ്ട. എല്ലാ സാധനവും അവൈലബിൾ ആണ്. എല്ലാം കൊടുക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് പിന്നെ പറയുമ്പോ ചെറിയ കുറ്റങ്ങളൊക്കെ വരാം. അത് ചോദിച്ച് മനസ്സിലാക്കിയാൽ ഞാൻ പറയുമ്പോഴേ എന്തൊക്കെ തെറ്റങ്ങോട്ടും എല്ലാ വണ്ടിയുടെ കാര്യങ്ങളും ഫുള്ള് പറയല് ടാസ്ക്. ഓക്കെ, അപ്പൊ ഇത് 20,000 രൂപ വേണ്ട, ഇറക്കാൻ പറ്റും. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഇയോണാണ്. KL 58 വണ്ടി. എങ്ങനെയാ? ഇത് 2013 മോഡൽ. ഈ വണ്ടിയും 1 ലക്ഷം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. മാഗ്ന ഏതു? ഇത് ഡിലൈറ്റ് പ്ലസ് ആണ്. ഡിലൈറ്റ് ബേസ് ആണല്ലോ. ഓക്കെ, പക്ഷെ വിലയിൽ ഭയങ്കര പാവം. 1,20,000 രൂപയ്ക്ക് 13 മോഡൽ ഇയോൺ. ഓക്കെ, ഫുൾ ലോണില് 1,20,000 വെറും 1,20,000 ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 13 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, 1 ലക്ഷം കിലോമീറ്റർ ഓടി. അത്യാവശ്യം വൃത്തിയുണ്ട്. ഫുൾ ലോണും കിട്ടും. ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ അടിപൊളി. ചെയ്തിട്ടില്ല. വണ്ടി കൊടുക്കാം നമുക്ക്. പോളിഷ് ഒക്കെ ചെയ്ത് കൊടുക്കൂല? പിന്നെന്താ. ഓക്കെ, അപ്പോ ചെയ്തെടുത്ത കുട്ടപ്പനായി. 1,20,000 വെറും 1,20,000 2013 ഫുൾ ലോണിൽ ഈ ഓണം കൊണ്ടുപോകാം. ഏകദേശം ഒരു 16-19 റേഞ്ച് മൈലേജ് കിട്ടും. ഓക്കെ, കിട്ടു വന്നു. ഓരോ മോഡൽ പിടിക്കാം. പല മോഡൽ ഉണ്ട് അല്ലേ? എല്ലാ വണ്ടി പിടിക്കാം. ഓക്കെ, KL 13 എങ്ങനെയാ? ഇത് 2019 മോഡൽ വണ്ടി. 40,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വിൻഷീൽഡ് ഗ്ലാസ് മാത്രം റീപ്ലേസ്മെന്റ്. കണ്ണൂർ വണ്ടി. KL 13 RXL ആണ്. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. അതെ, ഈ ഒരു മാറ്റം വേറെ ഒന്നുമില്ല. ഒരു ക്ലെയിമും ഇല്ല. 40,000 ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഒരു 2,30,000 രൂപ കൊടുക്കുക ഫുൾ ലോൺ.
230 2019 RXL ക്വിഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ക്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. 2,30,000 230 ഫുൾ ലോണിൽ ഈ ഒരു വണ്ടിയും കിട്ടും. ക്യാഷ് ബാക്ക് വണ്ടിയാണ്. അതായത് ബാങ്കിന്റെ ഒരു വാല്യുവേഷൻ ഉണ്ടാവുമല്ലോ വണ്ടിക്ക്, അതിൽ കൂടുതൽ പൈസ കിട്ടും വാല്യുവേഷൻ ചെയ്താൽ. ഓക്കെ, അപ്പോൾ വലിയ എമൗണ്ട് വരുന്നില്ല. അത് ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ വലിയ ട്രാക്കൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ കൂടെ കിട്ടും. കൊടുക്കാം. സിബിൽ ഇഷ്യൂസ് ഉണ്ടാവേണ്ടതായി മുന്നത്തെ കസ്റ്റമർ ആണെങ്കിൽ 2,30,000 കൊടുക്കും. ഫുൾ ലോൺ. ഓക്കെ, വെറും 2,35,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു KUV 100 കൊണ്ടുപോകാം. KL 59 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ 2016 മോഡൽ 50,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. K2 വേരിയന്റ്. K2 അതെ, സ്റ്റാർട്ടിംഗ് വേരിയന്റ്. K2, K4, K6, K8. പവർ വിൻഡോ 2 വരുന്നുണ്ട്. വിൻഡോ ഇല്ല, ഇത് മാനുവൽ ഫുൾ മാനുവൽ ആണ്. വിൻഡോ വരുന്നില്ല, പവർ വിൻഡോ എഡിഷൻ ചെയ്തിട്ടില്ല. 6 സീറ്റ് വണ്ടി, ചെറിയൊരു പൈസക്ക് 6 സീറ്റ് വണ്ടി. 2,30,000 രൂപയ്ക്ക് മാക്സിമം ലോൺ. മാക്സിമം ലോണും കിട്ടും. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. നോക്കാം, നല്ലൊരു പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. പെട്രോൾ വണ്ടി ഒരു 12-15 അകത്തായിട്ട് ഏകദേശം മൈലേജ് കിട്ടും. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, അത്യാവശ്യം നല്ല വണ്ടി. 2,35,000 ഫുൾ ലോണിൽ 2016 KUV കൊണ്ടുപോകാം. അടുത്ത വണ്ടിയിലേക്ക് 1 ഇഞ്ച് ഗ്യാപ്പില്ല. അതായത് ഒരു വണ്ടീൻ്റെ അപ്പുറത്ത് നടന്നു പോകണമെങ്കിൽ കൂടെയുള്ള ഗ്യാപ്പ് വെക്കാത്ത രീതിയിലാണ് വണ്ടികൾ മൊത്തം സെറ്റ് ചെയ്തിരിക്കുന്നത്. പഴയതിനെ കുറിച്ച് ഒരു മാറ്റമില്ല, കൂടിയിട്ടേ ഉള്ളൂ സ്റ്റോക്ക്. അതായത് എന്താ പറയട്ടെ, എനിക്ക് വീഡിയോ എങ്ങനെ എടുക്കാൻ പറ്റുന്നുള്ള ഒരു പിടുത്തമില്ല. ഇന്ത്യൻ റെസ്റ്റർ ക്ഷമ വെക്കുന്നത് ആദ്യമേ. ഇതിപ്പോൾ പഞ്ചാണ്. 2022 മോഡൽ പഞ്ചാണ്. വെറും 25,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 25,000 രൂപ ഓഫർ ജാനുവരി. എത്ര 2022 മോഡൽ 26,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് പഞ്ച് 5 ലക്ഷം രൂപ. 5 ലക്ഷം ഏതാ ബേസ് ഓപ്ഷൻ? ബേസിന് തൊട്ട് മുകളിലുള്ള 5 ലക്ഷം രൂപ കൊടുക്കാം. ഓഫർ പ്രൈസ് ജാനുവരി ഓഫർ ആണ്. പഞ്ച് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു വാഹനം. മാക്സിമം ലോൺ 5 ലക്ഷത്തിന് 5 lakh rupees. 2022 പഞ്ച്. അതെ, അത്യാവശ്യം മൈലേജ് കിട്ടൂലേ? 15-16 ഒക്കെ കിട്ടൂലേ? ഞാൻ കുറച്ചാ പറയണേ. അത് ലോങ്ങിലൊക്കെ അത്രയൊക്കെ പ്രതീക്ഷിക്കാം. ഇപ്പൊ അതാ റെക്കോർഡ് സെയിലാ. വാഗണറിനെ പൊട്ടിച്ച് കഴിഞ്ഞ പ്രാവശ്യം മാരുതിനെ പൊട്ടിച്ചു. വാഗണറിന്റെ സെയില് പൊട്ടിച്ചിട്ട് മുന്നേ കയറിയേക്കുന്ന സാധനമാണ് പഞ്ച്. താല്പര്യം പെട്ടെന്ന് വിളിക്കാം. 5 ലക്ഷത്തിന് കൊണ്ടുപോകും. എല്ലാം ഫുള്ള് വെറൈറ്റി കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അടുത്ത റെഡിഗോ ആണ്. 2018 മോഡൽ 30,000 കിലോമീറ്റർ റെഡിഗോ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് ആണ്. ഗിയർ ബോക്സ് 1 ലിറ്റർ എഞ്ചിനാണ്. അതെ, ബാക്കി കാര്യങ്ങൾ ഇത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 18 മോഡൽ ഉണ്ട്, 30,000 കിലോമീറ്റർ. നല്ല വണ്ടി. ഓക്കെ, 2 വർഷം വാറണ്ടി ഉൾപ്പെടെ നമുക്ക് 2,80,000 രൂപ കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാം. വിത്ത് 2 ഇയർ വാറണ്ടി. RSA റോഡ് സർവീസ് അസിസ്റ്റന്റ് ഫ്രീ ഉണ്ട്. ഒരു ഡാഷ് ക്യാം ഫ്രീ കൊടുക്കാം. ഓക്കെ, പിന്നെ മാക്സിമം ലോൺ. നല്ലൊരു വാറണ്ടിയിൽ വരുന്ന വണ്ടി ആയതുകൊണ്ടാണ് ഡാഷ് ക്യാം ഫ്രീ ചെയ്തത്. അതെ, 2,80,000 അല്ല? 2,80,000 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് 2018 വണ്ടിയാണ്. അതെ, ഏകദേശം ഒരു 15-18 റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജും കിട്ടുന്ന ഒരു വണ്ടി. ഒരു ക്ലെയിമും ഇല്ല, വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. താല്പര്യമുണ്ടെ കോൺടാക്ട് ചെയ്യാൻ. എത്ര ലോൺ കിട്ടും? 2 ലക്ഷം ലോൺ ഇട്ട് കൊടുക്കാം. 2 ലക്ഷം വരെ 30,000 കണ്ട ഇറക്കി കൊടുക്കാം. അല്ല, പറയുന്ന വിലയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവില്ല? ഞാൻ മാക്സിമം വില കുറച്ചിട്ട് രസമുള്ള വില അതാ ചോദിച്ചത്. അതെ, ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത i10 ഗ്രാൻഡ് ആണ്. അതെ, എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2015 മോഡല് സ്പോർട്സ് 80,000 കിലോമീറ്റർ ഓടിക്കണം. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ ഓപ്ഷനാണ്. തൊട്ട് താഴെ അലോയ്സ് ഉണ്ടാവില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വണ്ടിയാണ്. ബാക്ക് വൈപ്പർ, ഈ 3 ഓപ്ഷൻ ഉണ്ടാവില്ല. 3,15,000 രൂപയ്ക്ക് മാക്സിമം ലോൺ. 2015 മോഡൽ 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 3,15,000 കൊണ്ടുപോകാം. മാക്സിമം ലോൺ എന്ന് പറയുമ്പോൾ 3 lakh കിട്ടുമോ? എന്തായാലും നോക്കാം. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറിന് മാക്സിമം ലോണാണ്. എന്തെങ്കിലും ശരി അവരുടെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലാണ് പൈസ കുറയുള്ളൂ. നമുക്ക് മാക്സിമം ഒന്നുമില്ല, ക്ലെയിം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 12-15 റേഞ്ച് മൈലേജും കിട്ടും. അതെ, കിട്ടും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത KL 13 വീണ്ടും ഒരു കിഡ് വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് കാര്യം? 2015 മോഡലാണ്. 80,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. കിഡ് RXT ഫുൾ ഓപ്ഷൻ വണ്ടി. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. RXT ഇല്ല. അതെ, ഓക്കെ. ഇത് നമുക്ക് 1,80,000 രൂപ കൊടുക്കാം ഫുൾ ലോൺ. 2015 വണ്ടി 1,80,000 ഫുൾ ലോണിൽ കൊണ്ടുപോകാം. ഈ ഒരു കിഡ് 800cc ആണ്. 800cc ആണ്. ഒരു നല്ലൊരു വണ്ടി. 18-20 റേഞ്ച് മൈലേജ് എന്തായാലും കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. ഒരു 70% ടയേഴ്സ് ഉണ്ട്. പിന്നെ ബോഡി ക്വാളിറ്റി ഉണ്ട്. വേറെ വർക്കൊന്നുമില്ല. ഒന്നുമില്ല, ആക്സിഡന്റ് ഒന്നുമില്ല, റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി. ഓക്കെ, നല്ലൊരു വണ്ടി. 1,80,000 ഫുൾ ലോണിൽ കൊടുക്കാം. ലാസ്റ്റ് വിലയാണ്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത സെലറിയാണ്. ഞാൻ വീണ്ടും പറയാണ്, ഇന്ത്യൻ റെസ്റ്റർ കാണിക്കാൻ എനിക്ക് ഒരു നിവൃത്തിയില്ല. കാരണം ജാമായി കിടക്കാണ് വണ്ടികൾ. ഫുള്ള് ജാമായിട്ട് ഒരുപാട് വണ്ടിയായി ജാമായിട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഞ്ച് ഗ്യാപ്പില്ല. അതാണ്. ഓക്കെ, എങ്ങനെ കാര്യങ്ങൾ? 2018 മോഡലാണ്. സെലേരിയോ ZXA വേരിയന്റ്. 90,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 18 മോഡൽ ZXA ഫുൾ ഓപ്ഷൻ തലശ്ശേരി വണ്ടി. KL 58 വണ്ടി. CNG ഉണ്ട് ചെയ്തിട്ടുണ്ട്. അതെ,
കമ്പനി 3,45,000 കൊടുക്കാം നമുക്ക്. 18 മോഡൽ സെലേരിയോ ZXi ഫുൾ ഓപ്ഷൻ വണ്ടി. ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് CNG വിത്ത് CNG ആണ്. മൈലേജിന് യാതൊരു കുറവില്ല. 3,45 ഫൈനൽ ഫുൾ ഓൺ. ഫൈനല് ഫുൾ ലോണിൽ കിട്ടും. 345,000. നല്ല മൈലേജ് ഉണ്ടാവും CNGയിലോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ. അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. വേറെ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും വണ്ടിയുണ്ടോ? നല്ല ഫിസിക്കലി വണ്ടിക്ക് ഒന്നുമില്ല. 3,45,000 ഗ്ലാസ് ഇതൊന്നുമില്ല. ഓക്കെ. ഇവിടെ ചെറിയൊരു ചെറിയ കുറ്റങ്ങളൊക്കെ നല്ലതാണ്. പൈസയിൽ കുറവാണ്. അത് നല്ലതാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ആൾട്ടോ 800 വന്നു. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് വെറും 2013 മോഡൽ 90,000 കിലോമീറ്റർ ഓടിക്കണം. ഓണർഷിപ്പ് മാത്രം കൂടിപ്പോയി. 3 ഓണർഷിപ്പ് ആയി പോയി. തേർഡ് ഓണർഷിപ്പ് 2013 അല്ലേ? വിലയിൽ വളരെ കുറവാണ്. 1,40,000 13 മോഡൽ ഓൾട്ടോ 800. അൾട്ടോ 800 1,40,000 2013 ഫുൾ ലോണിൽ കൊണ്ടുപോകാം. AC പവർ സീറ്റ്, 2 ഡോർ പവർ വിൻഡോ, സെറ്റ് സെൻട്രൽ ലോക്ക്, സ്പോയിലർ എല്ലാം ഉണ്ട്. ഇതിലെന്തൊക്കെ റീപ്ലേസ്മെന്റോ ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. 13 ഗ്ലാസ് ഓണർഷിപ്പ് കൂടി പോയിട്ട് മാത്രം പൈസ കുറച്ചു. ഓക്കെ, 1,40,000 കൊണ്ടുപോകാം. സംശയം നമുക്ക് ഒന്നും കൂടി പോയിട്ട് പറഞ്ഞാലോ? വെറുതെ തുറന്നു നോക്കും. ഇതിന് തന്നെ സംശയം. വണ്ടി പൈസ കുറഞ്ഞപ്പോ പോണ്ടി കമ്പനി വോളറ്റി കുറ്റി എപ്രോൺ. ഇവിടെ ചെറിയ വർക്ക് എടുത്തിട്ടുണ്ടോ? അല്ല, റീപ്ലേസ്മെന്റ് ഇല്ലല്ലോ. റീപ്ലേസ്മെന്റ് ഇല്ല. എപ്രോൺ ചെറിയൊരു വർക്ക് ഇവിടെ ഫ്രണ്ട് കാണുന്നുണ്ടല്ലോ. ഓക്കെ, 1,40,000 പൈസ കുറവായപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്തെങ്കിലും കുറ്റങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടോ. ഇല്ല. 1,40,000. ഓക്കെ ഓക്കെ, ഫുൾ ഓൺ. ജനുവരി ഓഫറാണ്. മാക്സിമം വണ്ടി ഒഴിവാക്കേ. അടുത്ത വണ്ടി അനസ്ക, ഇത് എങ്ങനെയാ ഒരു ടെസ്റ്റ് ഡ്രൈവിന് കൊടുക്കാൻ പറ്റുക ഈ ഒരു കണ്ടീഷനിൽ? ഇല്ലാത്ത കാരണം നിങ്ങളിപ്പോ അവിടെ നിന്ന് എങ്ങനെയാ നടന്നു വന്നത്? അതിലേ ചുറ്റി നടന്ന് ഇപ്പുറത്ത് വന്നു. അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ഉള്ളിൽ ഒരു വണ്ടി എടുക്കണമെങ്കിൽ നേരെ ഇങ്ങനെ വണ്ടി നേരെ ഒരു വഴി കൂടി തന്നെ മുന്നോട്ടേക്ക് ഇറക്കി കൊടുക്കും. ഇല്ലാത്ത കാരണം ഒരു കസ്റ്റമർ ഇവിടെ പറയൂല 100% എടുത്ത് കൊടുക്കും. ഓക്കെ, എടുത്ത് കൊടുക്കാനല്ലോ, നമ്മൾ സമാധാനപരമായിട്ട് വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും. എങ്ങനെയും നമ്മൾ ഇറക്കി കൊടുക്കും. ഓക്കെ, ടെസ്റ്റ് ഡ്രൈവ് ഇല്ലാത്ത കാരണം പറയേയില്ല. ഓക്കെ, ഇതെന്തായാലും സെലറിയാണ് കണ്ടിട്ട് എനിക്ക്. 2014 മോഡൽ ഓട്ടോമാറ്റിക് സെലേരിയോ VXi സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 50,000 കിലോമീറ്റർ ഓടിക്കണം. 3,20,000 കൊടുക്കാം. 2014 ഓട്ടോമാറ്റിക് സെലേറിയോ 50,000 കിലോമീറ്റർ ഓടിക്കണം. തലശ്ശേരി വണ്ടി മാത്രമേ ഓടിയിട്ടുള്ളൂ. അതെ, ഫുൾ ഓൺ. ഒന്നുമില്ല ക്ലെയിമോ കാര്യങ്ങളോ? ഒന്നുമില്ല. നല്ല വണ്ടി. സ്വിഫ്റ്റ് വന്നു. ഇപ്പൊ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നത്തെ ഷേപ്പാണ്. KL 14 വണ്ടി. 2021 മോഡൽ 90,000 കിലോമീറ്റർ സ്വിഫ്റ്റ് VXi 21 മോഡൽ. ഓക്കെ, റീപ്ലേസ്മെന്റ് ഇല്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇതിന് വാറണ്ടി ഉണ്ടാവുമല്ലോ. 5,95,000 കൊടുക്കാം. 595 VXi 2021 മോഡൽ 90,000 കിലോമീറ്റർ റീപ്ലേസ്മെന്റ് ഇല്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ ഓൺ, 2 ഇയർ വാറണ്ടി, RSA എല്ലാം കിട്ടും. 595 കൊടുക്കാം നമുക്ക്. ഒരു ക്ലെയിമും ഇല്ലാത്ത വണ്ടിയാണ്. ഓക്കെ, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. അതെ. അടുത്ത വണ്ടിയിലേക്ക് ടിയാഗോണ് അടുത്തത്. ഫസ്റ്റ് ടൈപ്പാണ്. KL 58 തലശ്ശേരി വണ്ടി. എങ്ങനെയാ കാര്യങ്ങൾ? 2016 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്. എക്സിഡ് അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ, 2016 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 90,000 കിലോമീറ്റർ ഓടിക്കണം. നല്ല വണ്ടി. ഓക്കെ, 2,90,000 കൊടുക്കാം നമുക്ക്. 290 കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഫുൾ ഓപ്ഷൻ ടിയാഗോ 290 2016 മോഡൽ 90,000 കിലോമീറ്റർ ഓടിയ വണ്ടി കൊണ്ടുപോകാം. ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു 14-17 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു വാഹനം. അതെ, ഫുൾ ഓപ്ഷൻ, നല്ല വണ്ടി, എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനമാണ്. ഓക്കെ, താല്പര്യമുള്ളവരുടെ കോൺടാക്ട് ചെയ്തോളൂ. ഫുൾ ഓണും കൊടുക്കാം. അടുത്തത് ഒരു വാഗണർ KL 58 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് സ്കാ? ഇത് 2018 മോഡൽ 50,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഏതാ ഓപ്ഷൻ? ഇത് VXi. ഓക്കെ, 2018 അല്ല. 3,40,000 കൊടുത്തേക്കാം. 2018 വണ്ടി 3,45 51,000 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ്. തലശ്ശേരി വണ്ടി. ഫുൾ ഓൺ, ഒരു ക്ലെയിമില്ല. നല്ല വണ്ടി. ഫുൾ ഓൺ. ഇപ്പം കണ്ട എല്ലാ മാക്സിമം 90% വണ്ടികൾ ഫുൾ ഓൺ തന്നെ കിട്ടുന്ന വണ്ടികളാണ്. നല്ല വണ്ടി, നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫുൾ ഓൺ കിട്ടുന്ന ഒരു വാഗണറും ഉണ്ട്. എല്ലാ സെഗ്മെന്റും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ താല്പര്യം ഉണ്ടോ നിങ്ങൾക്ക് അതിലേക്കൊക്കെ വിളിക്കാം അല്ലേ? വിളിക്കാം. 100%. ഒരുപാട് വണ്ടി നമ്മൾ കാണിക്കാനുണ്ടല്ലോ. വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കുറേ സ്റ്റോക്കും ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ വരുന്നതിന് മുന്നേ ഒന്ന് വിളിച്ചിട്ട് കൺഫേം ആക്കുക വണ്ടീനെ പറ്റി. ഇപ്പോൾ പറഞ്ഞ ഡീറ്റെയിലിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? കാരണം മൂപ്പർ തന്നെ പറയുന്നുണ്ട് കുറേ വണ്ടികളുണ്ട്. 100% വരുന്നതിന് മുമ്പ് വണ്ടിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞതിൽ കുറിച്ച് വിപരീതമായിട്ട് ഉണ്ടാവാം. അപ്പോൾ കറക്റ്റ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇനിയിപ്പോൾ ഒരു വർക്ക്ഷോപ്പിനെ കൊണ്ട് അത് കൊണ്ടുവന്ന് നോക്കി ഫിസിക്കലി നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം വണ്ടി എടുത്താൽ മതി. ആരൊക്കെ ഉപയോഗിച്ച വണ്ടിയാ ഇതിനെ. ഓക്കെ, അല്ല അതൊക്കെ അതെന്തായാലും ഫിസിക്കലി ചെക്ക് ചെയ്യാം. അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞു പോയ കിലോമീറ്ററിലോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് കാര്യങ്ങൾ ചോദിച്ചു. ഒരുപാട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ടല്ലോ. കാരണം ലോങ്ങിൽ നിന്ന് അത്രയും ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ ഒന്ന് വിളിച്ചിട്ട് കൺഫേം ആക്കിയതിന് ശേഷം വരിക. അടുത്ത വണ്ടിയിലേക്ക് പോകാം.
KL 21 തിരുവനന്തപുരം നെടുമങ്ങാട് രജിസ്ട്രേഷൻ വരുന്ന ഒരു ഡീസൽ എക്സെന്റ് ആണ്, ഹ്യുണ്ടായുടെ ഡീസൽ എക്സെന്റ്. അതെ, എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2014 മോഡലാണ്. ഓണർഷിപ്പ് തേർഡായി പോയി. 1,00,000 കിലോമീറ്റർ ഓടി, ഡീസൽ എഞ്ചിൻ. ഓക്കെ, ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് മിഡിൽ ഓപ്ഷൻ, ഏറ്റവും ടോപ്പിന്റെ തൊട്ട് താഴത്തെ വണ്ടി. ഓക്കെ, മൈലേജ് ഉണ്ടാവും, ഡീസൽ ആണ്, എല്ലാം ഉണ്ടാവും. മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരും, എല്ലാം വരുന്നുണ്ട്. എത്ര ഓട്ടം പോയി? 1,10,000 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പ് തേർഡായി. 2014 ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണല്ലേ. 2,25,000 രൂപയ്ക്ക് കൊടുക്കുക. 2,25,000 രൂപയ്ക്ക് ഫുൾ ഓൺ. 14 മോഡൽ ആക്സെന്റ് ഗ്രാൻഡ് ആയിട്ട് തന്നെ സെഡാൻ കാറ്റഗറിയാണ് ആക്സെന്റ്. അത്യാവശ്യം നല്ല നീറ്റ് തന്നെയാണ് എക്സെന്റ് വണ്ടി. 2,25,000 രൂപയ്ക്ക് ഫുൾ ഓൺ. 2.4 ഫുൾ ഓണില് വണ്ടി. ചെറിയ ബഡ്ജറ്റിലാണ് നമ്മളെല്ലാം കാണിക്കുന്നത്. എല്ലാം ചെറിയ ബഡ്ജറ്റ്. ഒരു 5 lakhs അകത്ത്. ആ പഞ്ചായത്തെ 5 lakhs ഉള്ളൂ. അതെ, അത് മുതൽ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് 35,000 രൂപ വണ്ടിക്ക് ഇനിയും കാണിക്കാണ്ടല്ലോ. അതെ അതെ, അടുത്ത വണ്ടിയിലേക്ക്. ഒരു ഡീസൽ അമേസ് ആണ്, മൈലേജ് കിങ് 20 എബോവ് ഉണ്ടാവും മൈലേജ് കിട്ടും. എങ്ങനെയാ കാര്യങ്ങൾ? 17 മോഡൽ ഹോണ്ട അമേസ് ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, കണ്ണൂർ അഡ്രസ്സിൽ വണ്ടിയില്ല. എത്ര കൊടുക്കാം? 4,40,000 രൂപ കൊടുക്കാം നമുക്ക്. 4 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 40,000 വണ്ടി. 2017 മോഡൽ ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി. 4,45 ഫുൾ ഓപ്ഷൻ കിടിലൻ പ്രൈസിലാ. അതെ, നല്ല വണ്ടി കൊണ്ടുപോവാം. വണ്ടി ഇപ്പൊ ഇവിടെ മണ്ണും പൊടിയൊക്കെ പിടിച്ചെടുക്കാം. ക്ലെയിം ഒന്നുമില്ല. വണ്ടി കഴുകി ക്ലീൻ ആക്കിയിട്ടേ കൊടുക്കും. ഫുൾ ലോണും കിട്ടും. എല്ലാം നല്ല ഫുൾ ലോൺ ഇട്ട് കൊടുക്കാം നമുക്ക്. ഓക്കെ, അടുത്ത വണ്ടി. ഇതാണ് നമ്മൾ തുടക്കം പറഞ്ഞ ആ ഒരു വണ്ടി. 35,000 രൂപയുടെ ഇൻഡിക്കയാണ്. തുടക്കം KL 60. നമ്മളെ അനസ്ക തുടങ്ങിയ കാലഘട്ടത്തിൽ ഏകദേശം ഇങ്ങനത്തെ വണ്ടികളാണ് കൂടുതലുണ്ടായിരുന്നത്. വീടിന്റെ അടുത്ത് തന്നെ ഒരു യാർഡിൽ വെച്ചിട്ടായിരുന്നു, പിന്നെ ഇങ്ങോട്ടേക്ക് മാറിയതൊക്കെ. ഓക്കെ, ഇതെങ്ങനെയാ കാര്യങ്ങൾ? 8 മോഡൽ വണ്ടിയാണ്. 90,000 കിലോമീറ്റർ ഓടി. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. പേപ്പർ 23 വരെ പേപ്പർ എടുത്ത വണ്ടിയാണ്. 2008 മോഡൽ. 18, 23, 2028 വരെ പേപ്പർ ഉണ്ട്. 28 വരെ പേപ്പർ ഉണ്ട്. ആദ്യമായിട്ട് ഒരു കാർ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ചെറിയ ബഡ്ജറ്റിൽ ഒരു കാർ. 35,000 രൂപ. ഡീസൽ. ഓക്കെ, പണി മേജറായിട്ട് പണിയുണ്ടോ? റണ്ണിങ് കണ്ടീഷൻ വണ്ടിയാണ്. പണിയൊന്നും എടുത്താൽ ഒരു പീരിയഡിക്കൽ സർവീസ് ചെയ്താൽ മതി. അതെന്തായാലും ചെയ്യണം. പിന്നെ ഡീസൽ വണ്ടിയാണ്. ഈ ഒരു വിലക്ക് എടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെതായ പണിയും കാണണം അല്ലേ? എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും, ചിലപ്പോൾ കാണണം. അത്രേ ഉള്ളൂ. എന്തായാലും പേപ്പർ ഉണ്ട് 5 വർഷത്തേക്ക്. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എന്തായാലും തൽക്കാലം നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് സ്റ്റോക്ക് ഇനിയുണ്ട്. നമ്മൾ വീഡിയോയിൽ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർസ് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വണ്ടികൾ എടുക്കാം അല്ലേ? 100%. അപ്പോൾ കോൺടാക്ട് ചെയ്ത് മാത്രം വരിക. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. അനസ്ക, താങ്ക്സ്, ബൈ.